നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ജീവിതയാത്രക്കാരാ അന്ധനായി ലോക സൗഭാഗ്യം തേടി അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നീനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നീനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമം മാറിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ? ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ജീവിതയാത്രക്കാരാ കടക്കും എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? വൈഷമ്യമാം മേടുകളെ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥനാ ഗാനമുണ്ടോ? നിൻ തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥനാ ഗാനമുണ്ടോ? പുത്തൻ ഗാനങ്ങളും പാടി സ്തുതിക്കുവാൻ കൃത്തടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ജീവിതയാത്രക്കാരാ
1938 ജൂലൈ മാസം 17-ാം തീയതി രാവിലെ 5 മണിയായ സമയത്ത് ഡഗ്ലാസ് കോറിഗൻ എന്ന് പറയുന്ന 31-കാരൻ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് തൻ്റെ സ്വകാര്യ വിമാനത്തിൽ യാത്ര ആരംഭിക്കുകയാണ്. തനിയെ പറപ്പിച്ചാണ് പോകുന്നത്. അങ്ങനെ താൻ പോകുന്നത് ലോസ് ആഞ്ചലസിലേക്കാണ്. ഫ്ലൈറ്റ് പറന്നുയർന്ന് ഒരു വലിയ മേഘപാളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ആ ഫ്ലൈറ്റിനെ പറ്റി പിന്നീട് കുറേ സമയത്തേക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 28 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ലാൻഡ് ചെയ്തത് അയർലൻഡിലുള്ളതായ ഡബ്ലിൻ എന്ന് പറയുന്ന എയർപോർട്ടിലാണ്. അങ്ങനെ ഡബ്ലിൻ എന്ന് പറയുന്ന എയർപോർട്ടിൽ അദ്ദേഹം ലാൻഡ് ചെയ്തതിന് ശേഷം എവിടെയാണ് താൻ വന്നുപെട്ടിരിക്കുന്നത് എന്നുള്ളത് അവിടെയുള്ള ഓഫീസേഴ്സിനോട് ചോദിച്ചാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നാവിഗേഷന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഒരു കോമ്പസ് ഉണ്ടായിരുന്നു. അത് തകരാറിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥാനത്തല്ല ചെന്നെത്തിയത്. വളരെ വിദൂരതയിൽ മറ്റൊരു രാജ്യത്താണ് അദ്ദേഹം ചെന്ന് ലാൻഡ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നിങ്ങൾ ഒരു വൈമാനികനായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു നാവികനായിരിക്കാം, ഒരു പടയാളിയായിരിക്കാം. ആര് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ യാത്രകൾക്ക് ഒരു നല്ല കോമ്പസ് ആവശ്യമാണ്. ദിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ല കോമ്പസ്, തെറ്റുകൂടാതെ കൃത്യമായി ദിശ കാണിച്ചു തരുന്നതായ ഈ ഉപകരണം നിങ്ങളുടെ യാത്രയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. ഒരുപക്ഷെ അലറി മറിയുന്ന തിരമാലകളുള്ള സമയത്ത് കടലിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. അതുമല്ലെങ്കിൽ വൈമാനികനാണെങ്കിൽ മേഘാവൃതമായ ആകാശമാർഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരാം. പടയാളികളാണെങ്കിൽ മറ്റുള്ളവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദേശത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ കഴിയേണ്ടതായിട്ട് വരാം. അങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദിശ കാണിച്ചു തരുന്ന ഒരു നല്ല കോമ്പസ് എപ്പോഴും നിങ്ങളുടെ കൈവശം ആവശ്യമാണ്. തകരാറില്ലാത്ത ഒരു കോമ്പസ് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നാം ഇന്ന് കരമാർഗം സഞ്ചരിക്കുമ്പോൾ മിക്ക സമയങ്ങളിലും പാത കാണിച്ചു തരുന്ന GPS നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അത് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ്. ലോകത്താകമാനം ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന സങ്കേതമാണ്. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിയാണ്. ഇതുപയോഗിക്കുന്നത് നാവിഗേഷന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ യാത്രയുടെ സമയം അറിയുന്നതിന് വേണ്ടി, ഏത് സമയത്ത് നാം ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരും എന്നറിയുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതായ ഒരു സങ്കേതമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതായത് GPS. ഈ GPS ആണ് മിക്കപ്പോഴും നമുക്ക് മാർഗം കാണിച്ചു തരുന്നത്. കൃത്യമായ പാത കാണിച്ചു തന്ന് ഒരുപക്ഷെ നമുക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ GPS നമ്മളെ സഹായിക്കാറുണ്ട്. അമേരിക്കയിലാണെങ്കിൽ GPS ആണ് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത് അവരുടെ യാത്രയ്ക്ക് വേണ്ടി. കാരണം ധാരാളം വലക്കണ്ണികൾ പോലെയുള്ള റോഡുകളുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് റോഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ GPS ഉപയോഗിച്ചാണ് മിക്കവാറും പേര് യാത്ര ചെയ്തു പോകുന്നത്. അങ്ങനെ നാം യാത്ര ചെയ്യുമ്പോൾ കൃത്യമായ പാതയിലൂടെ നമ്മെ നടത്തുന്നതിന് പര്യാപ്തമായ GPS പോലെയുള്ളതായ സങ്കേതങ്ങൾ നാം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത്. തെറ്റുകൂടാതെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ നമുക്കിടയായിത്തീരുന്നത്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. He led them forth by the right way. അവൻ അവരെ കൃത്യമായ വഴിയിലൂടെ നടത്തി, ശരിയായ വഴിയിലൂടെ അവരെ നടത്തി. ഇസ്രായേൽ ജനത്തെ അവരുടെ മരുഭൂപ്രയാണത്തിൽ അവർ പോകേണ്ടുന്നതായ പാത അവർക്കറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ദൈവം അവരെ നടത്തുകയായിരുന്നു. അവർ ഏത് വഴിയായി പോകണമെന്നും എവിടെയൊക്കെ പാളയമിറങ്ങണമെന്നും ഒക്കെ ദൈവം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തുകയായിരുന്നു.
ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പാത കാണിച്ചു തരുവാൻ ആർക്കാണ് സാധിക്കുക? ഒരുപക്ഷെ ധാരാളം പാതകൾ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകൾ അനവധി ഉണ്ടാകാം. മതങ്ങൾ പലതും നമ്മെ പാതകൾ കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ നാം ആനുകാലിക സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവയ്ക്ക് സാധിക്കുന്നത് എന്താണ്? മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാനും കൊല്ലുവാനും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുവാനും ഒക്കെയാണ് മതങ്ങൾക്ക് സാധിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അവയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഒരുപാട് തത്വസംഹിതകൾ മനുഷ്യനെ വഴി കാണിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ പരാജയപ്പെട്ടു പോയി. നാം ദാനിയേൽ പ്രവചനത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകന്മാരും ഒക്കെ മനുഷ്യനെ പാത കാണിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പരാജയമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ലോകത്തിന് ബോധ്യപ്പെട്ടു. പല ആൾ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന് പാത കാണിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അതും വലിയ പരാജയമായിരുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്നാൽ ആരാണ് നമുക്ക് കൃത്യമായ പാത കാണിച്ചു തന്ന് ശരിയായ വഴിയിൽ നമ്മെ നടത്തുന്നത്? എഡ്വേർഡ് ഹോപ്പർ എന്ന് പറയുന്നതായ മഹാനായ ദൈവദാസൻ പറയുകയാണ്, ചാർട്ട് ആൻഡ് കോമ്പസ് കം ഫ്രം ദീ ജീസസ് സേവ്യർ പൈലറ്റ് മീ. എൻ്റെ ഈ ജീവിതയാത്രയിൽ എന്നെ മുൻപോട്ട് നയിക്കുന്ന, പാത കാണിച്ചു തരുന്ന, ദിക്ക് കാണിച്ചു തരുന്ന ചാർട്ടും കോമ്പസും എല്ലാം കർത്താവേ അവിടുന്നാണ്. അവിടുന്ന് എന്നെ മുൻപോട്ട് നയിക്കണമേ. ഇത് വളരെ കൃത്യമായ ഒരു പ്രാർത്ഥനയാണ്. കടലിലൂടെ യാത്ര ചെയ്യുന്നതായ ഒരു യാനത്തിന് ചാർട്ടും കോമ്പസും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ചാർട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പാതയുടെ പ്രത്യേകതകൾ അറിയുന്നതിന് വേണ്ടിയാണ്. എവിടെയൊക്കെയാണ് ആഴമേറിയത്, ഇവിടമാണ് ഡേഞ്ചറസ് സോൺ. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ചാർട്ട് നോക്കിയാണ്. അതേസമയം തന്നെ കോമ്പസ് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായ ദിക്ക് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. ശരിയായ ദിക്കിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ചാർട്ടും കോമ്പസും കടൽ യാത്രയ്ക്ക് എപ്പോഴും ആവശ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ആരാണ് കൃത്യമായ പാത നമുക്ക് കാണിച്ചു തരുന്നത്? നിങ്ങളുടെ മുൻപാകെ ഒരുപക്ഷെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് പാത കാണിച്ചു തരുന്നതിന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് വന്നെന്നിരിക്കാം. ഒരുപാട് തത്വസംഹിതകൾ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കാം, കൃത്യമായ പാത നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന്. ഉപദേശങ്ങളിൽ കൂടെ, ഗൈഡൻസിൽ കൂടെ, കൗൺസിലിങ്ങിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഉപദേശം തരുന്ന, പാത കാണിച്ചു തരുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. എന്നാൽ നമ്മുടെ മുൻപാകെ കൃത്യമായ പാത കാണിച്ചു തരുവാൻ ആർക്കാണ് സാധിക്കുക? നാം അതാണ് സങ്കീർത്തനത്തിൽ വായിച്ചത്. 107-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. 18-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്നാണ്. തികവുള്ളതായ വഴി കർത്താവിൻ്റെ വഴി മാത്രമാണ്. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് ന്യൂനതകളുള്ളതായ വഴികളല്ല, കൃത്യമായ വഴിയാണ്. ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നാം അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുന്നു. ആ വഴിയിലൂടെ നാം പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് കാണിച്ചു തരുന്ന പാത അനുഗ്രഹത്തിൻ്റേതായിട്ടുള്ള പാതയാണ്. എന്നാൽ എപ്പോഴും ഈ പാത പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതാകണമെന്നില്ല. ചില സമയങ്ങളിൽ ഈ പാതയിലൂടെ നാം പോകുമ്പോൾ സങ്കടങ്ങളുണ്ടാകാം, നിരാശയുണ്ടാകാം, പ്രയാസ പ്രശ്ന പ്രതികൂലങ്ങളൊക്കെ വരാം. പലപ്പോഴും നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ കർത്താവ് കൂടെയുണ്ട്. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, സഹായിക്കുന്നു, നമുക്ക് സന്തോഷം നൽകുന്നു. നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. പലപ്പോഴും നാം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കർത്താവ് സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നമ്മെ സഹായിക്കുന്നു. ഈ നിലയിൽ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റേതായ ഒരു കരം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഈ കർത്താവ് കാണിച്ചു തരുന്നതായ പാത ചൊവ്വേയുള്ള വഴിയാണ് എന്ന് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ലോകം നമ്മുടെ മുൻപാകെ കാണിച്ചു തരുന്നത് ഒരുപാട് മനോഹരമായ പാതകളായിരിക്കാം. അവിടെ എപ്പോഴും സന്തോഷവും ആഹ്ലാദവും ഒക്കെ തിരതല്ലുന്ന പാതകളായിരിക്കാം. പക്ഷേ ദൈവവചനം പറയുന്നത് ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ എന്നാണ്. അതുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്നതായ പാതയാണ്
ഈ ലോകയാത്രയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം കർത്താവ് നമുക്ക് കൃത്യമായ പാത കാണിച്ചു തരട്ടെ. ഇന്നത്തെ ദിവസം നാം എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം തന്നെ കർത്താവ് നമ്മെ അറിയിക്കുന്നതിനനുസരണമായി ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കർത്താവ് കാണിച്ചു തരുന്നതായ പാതകളിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ഇസ്രായേൽ ജനത്തെ ചൊവ്വയുള്ള വഴിയിൽ നടത്തിയതുപോലെ നമ്മെയും ചൊവ്വയുള്ള വഴിയിൽ നടത്തി അനുഗ്രഹിക്കുവാൻ അവിടുന്ന് സദാ സന്നദ്ധനാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇസ്രായേലിനെ ചൊവ്വയുള്ള വഴിയിൽ നടത്തിയ അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളെയും അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ നടത്തുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകം ഞങ്ങളുടെ മുൻപാകെ ഒരുപാട് വഴികൾ കാണിക്കാറുണ്ട്. പലപ്പോഴും കർത്താവെ, അതാണ് നല്ലത് എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദൈവമേ, അവിടുന്ന് കാണിച്ചു തരുന്നതായ പാത ഞങ്ങളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അതാണ് ചൊവ്വയുള്ള വഴിയെന്നും മനസ്സിലാക്കി ആ വഴിയിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ പോകേണ്ടുന്നതായ പാത അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ മാർഗമധ്യം ഉണ്ടാകാവുന്ന എല്ലാ തടസ്സങ്ങളെയും നിരാശകളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ മാറ്റിത്തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളും ആപത്തുകളും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ കൺമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിപ്പാൻ അവിടുത്തേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയും. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് ഇവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ പാത അവരെ കാണിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.